അച്ഛൻ പറഞ്ഞു. ഷേ, ഇത് വളരെ മോശമായിപ്പോയി. ഇവള് എന്തിനെങ്ങനെ പെരുമാറുന്നത്? എന്തു പറ്റി, ഇവക്ക് ഭ്രാന്തിളകിയാ എന്ന് അച്ഛൻ പറഞ്ഞ്. അപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ദേഷ്യം പിടിച്ച്. എനക്ക് ഇനി അതിൻ്റെ കുറവും കൂടിയുണ്ട്. ഭ്രാന്തിളകിയാൽ നിങ്ങൾക്കെല്ലാം നല്ലതല്ലേ? ഓക്ക് ഭ്രാന്തിളകി, ഓള് ഭ്രാന്തച്ചിയാന്ന് പറയാമല്ലോ, പുറത്ത് പറഞ്ഞു നടക്കാമല്ലോ, നല്ല ജോളിയായില്ലേ? ഇനി നിങ്ങളെ ഇടയ്ക്ക് ജീവിക്കുന്നതിൻ്റെ ഇതിൽ ഭ്രാന്ത് വന്നിക്കില്ലെങ്കിൽ അത്ഭുതപ്പെടാനുള്ളൂ. ഭ്രാന്തായിപ്പോയി, ഞാൻ ഭ്രാന്തിയാ എന്ന് പറഞ്ഞ് അമ്മ എണ്ണയിലിട്ട കടുക് പോലെ അങ്ങ് പൊട്ടിത്തെറിച്ച്. അന്നേരം മാമൻ പറഞ്ഞേ, ചേച്ചി എന്തിനാ അങ്ങനെ ദേഷ്യം പിടിക്കും നിങ്ങൾ? പണ്ടൊന്നും ഇങ്ങനെയല്ലല്ലോ, എത്ര ക്ഷമയായിട്ടിരിക്കും നിങ്ങൾ, സാധുവാണല്ലോ, എന്തിനാ ഇങ്ങനെ ആയിപ്പോയി നിങ്ങളെ സ്വഭാവം എന്ന് മാമൻ പറഞ്ഞ്. അതിന് അമ്മ അങ്ങോട്ട് പറഞ്ഞേ, ആടാ എൻ്റെ കുറവും കൂടിയുണ്ട്, എനിക്കെന്തെങ്കിലും പറയാനുണ്ടാ? എൻ്റെ ഏട്ടൻ പറഞ്ഞേ എനിക്ക് ഭ്രാന്താന്ന്. നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ, അതും കൂടി ഞാൻ കേട്ടോളാം എന്ന് പറഞ്ഞു അമ്മ. ചേച്ചീനെ കൊണ്ട് ഞാൻ എന്ത് പറയാനാ? എന്ത് പറയാൻ പറ്റുമോ? എനിക്ക് പറയാനൊന്നുമില്ല. നിങ്ങളിങ്ങനെ ദേഷ്യം ഒന്നും കുറയ്ക്കണം, അതാ എനിക്ക് പറയാനുള്ളൂ എന്ന് മാമൻ പറഞ്ഞു. ആടാ, ഈ ലോകത്തിൽ ദേഷ്യപ്പെടുന്ന ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും നല്ല പാവങ്ങളാണ്, സാധു മക്കളാണ്. ഞാൻ ഒറ്റയ്ക്കുള്ള ഇങ്ങനത്തെ ഒരു പടച്ചി, എനിക്കിതറിയില്ല സംഭവം എന്ന് പറഞ്ഞ്. എന്നിട്ട് എന്ത് പറയാനാ, മാമനൊന്നും അനങ്ങിയില്ല. ഇത് പറഞ്ഞിട്ട് അമ്മയുണ്ട് പച്ചക്കറി അങ്ങ് മുറിച്ചിടുന്നു. അന്നേരം അച്ഛൻ പറഞ്ഞ്, ഞാളോടുള്ള ദേഷ്യത്തിൽ കൈ നീ അങ്ങ് മുറിക്കല്ലേ, പതുക്കെ മുറിച്ചാൽ മതി, ഇത്ര സ്പീഡാക്കല്ല, ഒന്ന് ക്ഷമയോടെ മുറിക്കുക കേട്ടോ എന്ന് അച്ഛൻ പറഞ്ഞ്. അതിനും കുറ്റം. അന്നേരം പറഞ്ഞേ, ഇനി കൈ മുറിഞ്ഞ് അതിൽ നിന്ന് ചോര പോയിട്ട് അത് കാണാനുള്ള ബൂതി ഉള്ളിലുണ്ടല്ലേ, അതല്ലേ ഇങ്ങനത്തെ വർത്തമാനെല്ലാം പറയുന്നത് എന്ന് അച്ഛനോട് അങ്ങോട്ട് പറഞ്ഞ്. അതിന് മാമൻ അങ്ങോട്ട് പറഞ്ഞേ, ചേച്ചി എങ്ങനെയാ സംസാരിക്കുക നിങ്ങളോട്? ഇപ്പം എന്തെന്നാ പറഞ്ഞത്? നിങ്ങൾ സ്പീഡിൽ കത്തി കൊണ്ട് മുറിക്കുകയല്ലേ, അത് കയ്യിലായിപ്പോണ്ടെന്നല്ലേ ഏട്ടൻ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാലോ എന്ന് പറഞ്ഞേ. ആടാ, നല്ലോണം സപ്പോർട്ട് ചെയ്ത് കൊടുക്ക്, നല്ലോണം വളം വെച്ച് കൊടുക്ക് ഏട്ടനെടുത്തിട്ട് മടിയിൽ വെച്ചോ, കൊഞ്ചിക്കോ എന്ന് പറഞ്ഞ് മാമനോട്. അപ്പോഴത്തേക്ക് വലിയമ്മമ്മ വന്ന്. എന്നിട്ട് ഓൻ്റെ അടുത്ത് നീ മിണ്ടല്ല മോളെ, നീ മുറിക്കടി, ഞാൻ അടുപ്പത്ത് മറ്റേത് ഇറക്കാനായി, ഇതും കൂടെ അവിടെ വെക്കട്ടെ, വേഗം മുറിക്ക് എന്ന് വലിയമ്മമ്മ പറഞ്ഞ്. ശരിയമ്മേ, ഇതാ കഴിഞ്ഞ്, ഇത് കുറച്ചേ ഉള്ളൂ, വേഗം മുറിക്കാം എന്ന് അമ്മേനോട് നല്ലോണം ശാന്തമായിട്ടുള്ള ഒരു വർത്തമാനം അങ്ങോട്ട് പറഞ്ഞ്. ശരി എന്നിട്ട് വലിയമ്മമ്മ പറഞ്ഞ്, മോള് ഇങ്ങോട്ട് വാ, നീ ഈ തൂക്കുപാത്രം എടുത്തിട്ട് സൊസൈറ്റി പോയിട്ട് പാല് വാങ്ങിക്കൊണ്ടുവരുമോ എന്ന് പറഞ്ഞ്. അതിനമ്മ പറഞ്ഞ്, വേണ്ട അമ്മ, ഓള് പോണ്ട, അങ്ങോട്ടെല്ലാം നായുണ്ട്, ഇവൾക്ക് നായിനെ കണ്ടാൽ പേടിയാ, ഞാനും കൂടെ പോയി വാങ്ങിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞ്. ശരിയെന്ന് പറഞ്ഞ് വലിയമ്മമ്മ ഒരു 5 റുപ്യയും കൊടുത്ത് തൂക്കുപാത്രവും കൊടുത്ത് അമ്മയും സെൽവിയും കൂടെ പാല് വാങ്ങാൻ പോകുന്നു. അന്നേരം അച്ഛൻ പറഞ്ഞ്, ഒരു 10 മിനിറ്റിന് ഇവിടെ ഒരു ശാന്തമായിരിക്കും സ്ഥലം എന്ന് പറഞ്ഞ്. അമ്മ കേട്ടത്. അന്നേരം പറഞ്ഞ്, മനസ്സിലിരിപ്പ് ഇതല്ലേ, ഒഴിഞ്ഞ് കിട്ടാനാ കളിക്കുന്നതല്ലേ, ഞാനിപ്പോൾ ഒരു ഊരാ കുടുക്കായിപ്പോയില്ല നിങ്ങൾക്ക്. എത്ര മനസ്സിൽ എന്നെക്കൊണ്ട് നിങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ 10 മിനിറ്റ് ശാന്തമായിട്ടുണ്ടാവും എന്നല്ലേ പറഞ്ഞത്. അപ്പം ഞാനിവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് ശല്യമായിട്ടുണ്ടല്ലേ.
ആ ഇപ്പോഴല്ലേ എല്ലാം പുറത്ത് വരുന്നത്. വരട്ടെ വരട്ടെ, കാണാം. ഒന്നിനും പേടിയില്ല എനിക്ക്. ഞാൻ ഒരുപാട് കണ്ട് കല്യാണ ജീവിതത്തിൽ. ഇനി കാണാൻ എന്തെന്നിരിക്കുന്നു, എല്ലാം കണ്ടു കഴിഞ്ഞ് എന്ന് പറഞ്ഞിട്ട് ബാക്കി കാര്യം ഞാൻ വന്നിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് സെൽവി അമ്മയും കൂടി സൊസൈറ്റിയിലേക്ക് പോയി പാല് വാങ്ങാൻ. പാല് വാങ്ങിയിട്ട് തിരിച്ച് വരുമ്പോൾ അവിടെ കുറേ ആൾക്കാരുണ്ടാവുമല്ലോ. എല്ലാം സ്വന്തം നാടല്ലേ, ഒരുപാട് ആൾക്കാരെല്ലാം അറിയുന്ന ആൾക്കാർ, ബന്ധുക്കളും അല്ലാത്തവരും എല്ലാവരും ഉണ്ടാവില്ലേ. അന്നേരം അമ്മയെ കൂട്ടുകാരത്തിമാരെല്ലാം, അമ്മേൻ്റെ പണ്ടത്തെ കൂട്ടുകാരത്തിയെല്ലാം കണ്ട്, ആ ചിന്നത്തായി, നിന്നെ കണ്ടിട്ട് എത്ര കാലങ്ങളായി, ഇതാ നിൻ്റെ മോളാ, ഈ കുട്ടി മാത്രമേ ഉള്ളൂ എന്നേ ചോദിച്ച് രണ്ട് കൂട്ടുകാരിമാർ, അമ്മേൻ്റെ കൂട്ടുകാരികളാണേ, അമ്മ പറഞ്ഞതിന്. ഇല്ല, ഇതിനെ മൂന്നാമത്തെ പ്രസവിച്ചതാണ്, ഇതിൻ്റെ മൂത്ത രണ്ടും പോയി, ഇതാ ഉള്ളൂ ബാക്കി എന്ന് അമ്മ അങ്ങോട്ട് പറഞ്ഞു. സുഖമാണോ ചെല്ലത്തായിക്ക്, സുഖമാണോ ജീവിതം, എങ്ങനെയാ കുടുംബജീവിതമൊക്കെ എന്ന് കൂട്ടുകാരികൾ ചോദിച്ച്. അന്നേരം അമ്മ അങ്ങോട്ട് പറഞ്ഞ്, അത് അവിടെ ഇരിക്കട്ടെ, നിങ്ങൾക്ക് എങ്ങനെയാ, സുഖമാണോ, ജീവിതങ്ങളൊക്കെ എങ്ങോട്ട് നല്ലോണം പോകുന്നുണ്ടോ, ഭർത്താക്കന്മാരൊക്കെ എങ്ങനെയാ, നല്ലവരാണോ, ഇല്ല കുടിയന്മാരാണോ എന്ന് അമ്മ അങ്ങോട്ട് ചോദിച്ച്. അന്നേരം അവർ രണ്ടാളും ഇങ്ങോട്ട് പറഞ്ഞ്, കുടിയന്മാരാ, ഇല്ലേ, കുടിക്കാൻ ഇവിടെ ഇടുന്ന പൈസ, ഇവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അധ്വാനിച്ചാൽ ആകെ 50 ഉറുപ്പില്ലേ കിട്ടുള്ളൂ. ഇതിലെവിടെയാ കുടിയും കളിയൊക്കെ ഉണ്ടാവുക, അങ്ങനത്തെ കളിയൊന്നുമില്ലേ. ഇവിടെ നമ്മളെ മുത്താരി കഞ്ഞിയും ചോളത്തിൻ്റെ കഞ്ഞിയും ഇതാ ഉള്ളൂ, അതും കുടിച്ചിട്ട് ഓല അങ്ങ് ഓല അങ്ങ് പണിയെടുക്കും, ഞങ്ങളും നയിക്കും. ഇപ്പോൾ എനിക്ക് 3 പിള്ളേരുണ്ട്, ഓക്ക് 3 പിള്ളേരുണ്ട്, എല്ലാവരും ഇവിടുത്തെ സ്കൂളിലാണ് പഠിക്കുന്നത്. ആ പിന്നെ ഈ കുട്ടീനെ സ്കൂളിൽ ചേർക്കണ്ടേ എന്ന് ചോദിച്ച് ഒരുത്തി അതിൽ. എൻ്റെ അമ്മോ, അമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്തൊരു വാക്കല്ലേ അത്. അന്നേരം പിന്നെ ഓരോടുത്ത് അങ്ങനെ ഇതാക്കാൻ പറ്റില്ലല്ലോ, പേര് ചീത്തയായി പോവില്ലേ റോഡ് മേലെ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞാൽ. അതുകൊണ്ട് അമ്മ അപ്പാടും ദേഷ്യം മൂത്തി ഈ സ്കൂളെന്ന് പറഞ്ഞപ്പോൾ. അങ്ങനെ പറഞ്ഞേ, ഇല്ല ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ പണിയില്ലല്ലോടോ, 50 ഉറുപ്പിക്ക് പണിയെടുത്തിട്ട് എന്ത് ചെയ്യാനാ, ഞങ്ങൾ കേരളത്തിലല്ലേ നിൽക്കുന്നത്, അവിടെ പോയിട്ടൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ്. അന്നേരം സെൽവി അമ്മേൻ്റെ മുഖത്ത് മേലോട്ട് നോക്കി. എന്തിനാ, അവിടുന്ന് സ്കൂളിൽ പോകണമെന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിൽ പോയി ചേർക്കണമെന്ന് പറഞ്ഞ് മാതൃഭാഷ പഠിക്കണം എന്നാണ് പറഞ്ഞത്. ഇവിടുന്ന് പറയുമ്പോൾ കേരളത്തിൽ പോയിട്ട് ചേർക്കണമെന്നാണ് ഇവിടെയുള്ള ആൾക്കാരോട് പറയുന്നത്. അപ്പോൾ അമ്മ തീരുമാനിച്ചിരിക്കും തീരെ സ്കൂൾ വിടാൻ പാടില്ല എന്നാണ് അമ്മേൻ്റെ തീരുമാനം. അത് കൂട്ടുകാരികൾക്ക് അറിയില്ലല്ലോ, ഓല കുട്ടികളൊക്കെ ഓല സ്കൂളാക്കിയിക്കില്ലേ. പക്ഷേ ഈ അമ്മ അങ്ങനെയല്ലല്ലോ, കുട്ടി അച്ഛനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ വൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ട് പകരം വീട്ടുമല്ലേ ചെയ്യുന്നത്. അന്നേരം അങ്ങനെ പറഞ്ഞു. അന്നേരം അതിൽ ആ കൂട്ടുകാരത്തി ചോദിച്ച്, അല്ല ചെല്ലത്തായി, നീ അവിടെ കേരളത്തിൽ കൊണ്ടുപോയിട്ട് മലയാളം പഠിപ്പിച്ചിട്ട് ഇപ്പം എന്ത് കാര്യമുണ്ട്, ഇത് നമ്മളെ നാടല്ലേ, ഇവിടെ സ്കൂളുണ്ടല്ലോ 5 വരെ, എൻ്റെ മക്കളെല്ലാം ആടെയല്ലേ പഠിക്കുന്നത്, ഇവിടെ ചേർത്തോ, ഇവിടെ നിൻ്റെ അമ്മയും മുത്തമ്മയും ഇളയമ്മയും എല്ലാവരും ഇല്ലേ, ഓല കൂടെ നിൽക്കട്ടെ കുട്ടി, എനിക്കൊരു 2 മാസം കൂടുമ്പോൾ ഒരിക്കൽ വന്നിട്ട് കുട്ടീനെ നോക്കിയിട്ട് പോയാൽ പോരെ, കുട്ടിക്ക് വിദ്യാഭ്യാസം കിട്ടൂലേ. നമ്മളെ പോലെ ആക്കിക്കളയരുതേ ചെല്ലത്തായി, നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മൾ ആടും പോത്തിനെയും പശുവിനെയും മേച്ചിട്ടാണ് നമ്മൾ നടന്നത്, അതുപോലെ നമ്മളെ കുട്ടികളെ നമ്മളാക്കിക്കളയരുത് ഒരിക്കലും. ഓലിക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, ഓലിക്കെങ്കിലും കുറച്ച് കണ്ണ് കാണട്ടെ, നമ്മൾ കണ്ണുണ്ടായിട്ട് ഒരിടത്ത് ജീവിക്കുന്നല്ലേ എന്ന് കൂട്ടുകാരത്തി പറഞ്ഞ്. പക്ഷെ അമ്മ അതിന് സ്വന്തമായിട്ടാണ് അങ്ങോട്ട് മറുപടി പറഞ്ഞത്. അമ്മയ്ക്ക് ഇഷ്ടമല്ല സ്കൂളിൽ ചേർക്കാൻ, പക്ഷെ ഓളെടുത്തത് ദേഷ്യം കാണിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് അതൊക്കെ എനിക്ക് മനസ്സിലാവും, എന്ത് ചെയ്യാനാ, പണിയില്ലല്ലോ ഇവിടെ അച്ഛൻ ഇവിടെ എന്ത് പണിയെടുക്കാനാ ഞങ്ങൾക്ക്. അതുകൊണ്ടാണ് ഞാൻ കേരളത്തിൽ പോകുന്നത്. പിന്നെ ഒരു കുട്ടിയല്ലേ ഉള്ളൂ, കുട്ടീനെ വിട്ടിട്ട് എനിക്ക് നിൽക്കാൻ പറ്റൂല, ഓളില്ലാണ്ട് എനിക്ക് ഒറ്റയ്ക്ക് എന്തോ പോലെ ആയിരിക്കും എന്ന് അമ്മ അങ്ങോട്ട് അങ്ങനെ പറഞ്ഞ് ഓളങ്ങ് ഒതുക്കി. ശരി എന്നാൽ ഞാൾ വരുന്ന, അമ്മ നോക്കുന്നുണ്ടാവും, ചായ കുടിക്കാൻ പാലിന് വന്നതാ എന്ന് പറഞ്ഞ് അപ്പാടും തെറ്റിക്കളഞ്ഞ് വീട്ടിലേക്ക് വന്ന്.
വീട്ടിലേക്ക് വരുമ്പോൾ വരുന്ന വഴിക്ക് ഇങ്ങനെ നൊടിഞ്ഞോണ്ട് വരുന്നു. സ്കൂളിൽ ഓളെ കുട്ടീനെ ആക്കിയെന്ന് വെച്ചിട്ട് എൻ്റെ അടുത്ത് അപ്പാട് ഗൗരവം പറയുന്നു. ഇവളെ കുട്ടീനെ ആക്കുവാണെങ്കിൽ ആക്കിക്കോട്ടെ, അതെന്തിനാ എന്നോട് പറയുന്നത്? സ്കൂളിലാക്കണോ, പഠിപ്പിക്കണോ, കണ്ണ് കാണണോ? ഇപ്പം എന്താ കണ്ണ് കാണുന്നില്ലേ? ഇരുട്ടത്തുള്ളത്. സ്കൂളിൽ പോയിട്ട് പഠിച്ചോലല്ല ഈ ലോകത്തിൽ ജീവിക്കുന്നത്, പഠിക്കാത്തവരാരും ഇല്ലേ എന്ന് അപ്പാടും തനിയേ ഇങ്ങനെ പ്രവൃത്തോണ്ട് വരുന്നു. വീട്ടിലേക്ക് വരുമ്പോൾ കുട്ടി ഒരക്ഷരം ഖമാന്ന് അങ്ങോട്ട് മിണ്ടിയിക്കില്ല. മിണ്ടിയിട്ടുണ്ടെങ്കിൽ അമ്മേൻ്റെ കൂടെയല്ലേ ഉള്ളത്, അപ്പാടെ എടുത്തിട്ട് ചുമരിലങ്ങ് എരിഞ്ഞു കളയും. അത്രയും ദേഷ്യപ്പെടൂലേ, ദേഷ്യക്കാരത്തിയല്ലേ. ഒന്നും മിണ്ടിയില്ല. ഇങ്ങനെ പ്രവൃത്തോണ്ട് വരുമ്പോൾ വീട്ടിലെത്തി. അപ്പോൾ വീട്ടിലാളില്ലേ. അപ്പോൾ അച്ഛൻ പറഞ്ഞേ, ഇത് എന്തെന്നാ, ആരെടുത്താ ഈ പ്രവൃത്തോണ്ട് വരുന്നത് എന്ന് അച്ഛൻ ചോദിച്ചു. അന്നേരം അമ്മ അങ്ങോട്ട് പറഞ്ഞ്, നാശങ്ങൾ, വീട്ടിൽ എനിക്ക് സ്വൈര്യമില്ല, പുറത്തു പോയാലോ ഇതിനേക്കാളും നാശങ്ങളാണ് അവിടെ ഉള്ളത്. സ്കൂളിൽ ചേർക്കണം പോലെ സ്കൂളിൽ ഇവർ പോയി പഠിച്ചിട്ട് വലിയ കലക്ടറാവാൻ പോവല്ലേ. ഇവിടെ കലക്ടർ ഉദ്യോഗം അവർക്ക് അവിടെ കാത്തിരിക്കല്ലേ. ഇവർ പഠിക്കാത്ത ഒരു കുറവാണല്ലോ, പഠിക്കുന്നു എന്ന് പറഞ്ഞ് അമ്മ. അന്നേരം വലിയമ്മ വന്നിട്ട് പറഞ്ഞേ, എടി മോളെ, നീ ദേഷ്യം പിടിക്കല്ലേ ഞാൻ പറയുന്നെന്ന് വെച്ചിട്ട്. അക്കാര്യം ശരിയാണ്. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.